ഹലോ നമസ്കാരം. ഇന്ന് പുതിയൊരു ഗാർഡൻ വീഡിയോ ആയിട്ടാണ് വരുന്നത്. ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ സ്വന്തം ഗാർഡനിൽ ഉണ്ടാക്കിയ എക്സ്കോകേറിയ പ്ലാന്റ് അല്ലെങ്കിൽ ചൈനീസ് ക്രോട്ടൺ പ്ലാന്റ് എന്ന് വിളിക്കുന്ന ചെടി അതെങ്ങനെയാണ് കട്ട് ചെയ്ത് ലെവലാക്കി നിർത്തുന്നതെന്നും നമ്മളെ വഴികളിലൊക്കെ ബോർഡറായിട്ടും ചെടിച്ചട്ടികളിലും എങ്ങനെയാണ് ഈ എക്സ്കോകേറിയ പ്ലാന്റ് അഥവാ ചൈനീസ് ക്രോട്ടൺ പ്ലാന്റ് നടുന്നതെല്ലാം ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാം. അപ്പം ഞാൻ വഴീൻ്റെ രണ്ട് സൈഡിലുമാണ് ഈ ചൈനീസ് ക്രോട്ടൺ പ്ലാന്റ് വീടിൽ നട്ടിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നൊക്കെ ഈ ചെറിയ വീഡിയോയിലൂടെ ഇന്ന് കാണിക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണുക. അപ്പോൾ എങ്ങനെയാണ് എല്ലാവർക്കും ഇത് വളരെ സിമ്പിളാണ് ഈ ചെടി വളർത്തുവാൻ, അധികം മെയിൻ്റനൻസ് ഒന്നും ആവശ്യമില്ല. അപ്പം മാസത്തിലൊരിക്കൽ ഇത് കട്ട് ചെയ്ത് ലെവലാക്കി നമ്മൾ വഴീൻ്റെ രണ്ട് വശത്തും ബോർഡറിൽ നമുക്ക് ഈ ചെടി വെക്കാവുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ഞാനിത് ചെയ്യുന്നതെന്ന് ഇന്നത്തെ വീഡിയോയിൽ കൂടെ കാണിച്ചു തരാം. ഈ കാണുന്നതാണ് എക്സോകേറിയ പ്ലാന്റ് അഥവാ ചൈനീസ് ക്രോട്ടൺ പ്ലാന്റ്. ഈ പ്ലാന്റിൻ്റെ ഇലയുടെ നിറം മുകൾ ഭാഗത്ത് പച്ചയും വെള്ളയും അടങ്ങിയതും അടിഭാഗത്ത് ചുവന്ന നിറവുമാണ്. വളരെ ചെറിയ പൂക്കളും ഇതിൽ നമുക്ക് കാണാൻ കഴിയും. വളരെ അധികം മെയിൻ്റനൻസ് ഒന്നുമില്ലാതെ നമ്മുടെ ഗാർഡനിൽ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ ഒരു ചെടിയാണ് ഈ ചൈനീസ് ക്രോട്ടൺ പ്ലാന്റ് അഥവാ എക്സോകേറിയ പ്ലാന്റ്. കൂടുതലായും ഈ ചൈനീസ് ക്രോട്ടൺ വെറിഗേറ്റയാണ് നമുക്ക് കാണാൻ ഭംഗിയുള്ളത്. ഇതുപോലെ തന്നെ പ്യുവർ ഗ്രീൻ ലീഫായിട്ടും ഈ ചൈനീസ് ക്രോട്ടൺ പ്ലാന്റ് നമുക്ക് കാണാൻ കഴിയും. ഞാൻ ഇവിടെ വെച്ചിട്ടുള്ളത് വെറിഗേറ്റ ടൈപ്പാണ്. അതായത് ഇല വെള്ളയും പച്ചയും ഇടകലർന്നതും അടിഭാഗം റെഡ് കളറുമാണ്, ചുവന്ന കളറുമാണ്. ഞാനിപ്പോൾ ഇത് വഴിക്ക് ഇരുവശവും ഒരു ബോർഡർ പോലെയാണ് ഈ ചെടി വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത്. എല്ലാ മാസവും ഇത് വെട്ടി ലെവലാക്കുകയാണെങ്കിൽ നല്ല ഭംഗിയാണ് കാണാനുള്ളത്. ഇതിപ്പോൾ ഏകദേശം 2 മാസമായി ഇത് വെട്ടിയിട്ട്. അപ്പം ഇന്ന് ഇത് എങ്ങനെയാണ് വെട്ടുന്നതെന്നും വെട്ടിക്കഴിയുമ്പോൾ എങ്ങനെയാണ് അത് കാണാൻ കഴിയുക എന്നും ഇന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ കാണാം. ഈ കാണുന്നത് ഗ്രീൻ ലീഫുള്ള ചൈനീസ് ക്രോട്ടൺ പ്ലാന്റ് ആണ്. ഇതിൻ്റെ അടിഭാഗം റെഡ് കളറാണ്. ചൈനീസ് ക്രോട്ടൺ പ്ലാന്റിന് കുറച്ച് ഷെയ്ഡ് ഉണ്ടെങ്കിൽ നല്ലതാണ്. അതുപോലെ തന്നെ അത്യാവശ്യം നന ആവശ്യമുള്ള ചെടിയും കൂടിയാണ് ഈ ചൈനീസ് ക്രോട്ടൺ പ്ലാന്റ്. മറ്റെല്ലാ ചെടികളെ പോലെ തന്നെ നമുക്ക് ഇത് വളരെ ആയാസത്തോടു കൂടി കട്ട് ചെയ്ത് ലെവലാക്കി നിർത്താൻ കഴിയും. മാസത്തിൽ ഒരിക്കൽ നമ്മളിത് വെട്ടി ലെവലാക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ അത് ചെയ്യാൻ കഴിയും. ഞാനിപ്പോൾ ഇത് 2 മാസമായിട്ട് വെട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് ഇത്രയധികം ഇത് വലുതായിട്ടുള്ളത്. അല്ലെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇത് ചെയ്യാൻ കഴിയും. പിന്നെ നമ്മൾ ചെടിച്ചട്ടിയിൽ ഈ ചെടി നടുകയാണെങ്കിൽ വേനൽക്കാലത്ത് നാം പ്രത്യേകം ശ്രദ്ധിക്കണം, നന്നായി നനച്ചു കൊടുക്കുവാൻ മറക്കരുത്. ഇത് ഉണങ്ങിപ്പോയാൽ പിന്നെ നമ്മൾ എത്ര നനച്ചിട്ടും കാര്യമില്ല, അത് പൂർണ്ണമായും വാടിപ്പോകും. അതിനാൽ ചെടിച്ചട്ടിയിൽ വെക്കുന്നവർ നനവ് പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാനിവിടെ നനയ്ക്കാനായി ചെയ്തിട്ടുള്ളത് ചെറിയ ഡ്രിപ്പ് ഇട്ടിരിക്കുകയാണ്. അതിലൂടെ ദിവസവും നനയ്ക്കാറുണ്ട്. ഇപ്പോൾ മഴക്കാലമായതിനാൽ നന ആവശ്യമില്ല. അങ്ങനെ പതുക്കെ ഞാൻ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഇപ്പോൾ ചൈനീസ് ക്രോട്ടൺ പ്ലാന്റ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കൊക്കെ എന്നെ സഹായിക്കാൻ മകൻ ആദിൽ സദതും കൂടാറുണ്ട്. ചെറിയ രീതിയിൽ അവനും ഈ
ചെടി കട്ട് ചെയ്യുന്നതിന് അറിയാം. അവനും വളരെ താല്പര്യത്തോടെ ഈ ക്രോട്ടൺ പ്ലാന്റ് കട്ട് ചെയ്യാൻ എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇങ്ങനത്തെ വലിയ സ്റ്റമ്പ് ചെയ്യുമ്പോൾ ഇവിടെ ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ട്. ഇവിടെ നല്ല ഷാർപ്പുമാണ്, പിന്നെ സ്പേസ് ഉണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ കട്ടായി പോകും. ഇനി മറ്റേ എല്ലാം ലെവലാക്കാം. എപ്പോഴും ഗാർഡൻ പണികളിലെല്ലാം മക്കളെയും കൂടെ കൂട്ടാറുണ്ട്. അവരെയും നാം നമ്മുടെ ഈ ഗാർഡൻ പ്രവൃത്തികളെല്ലാം ഉൾപ്പെടുത്തണം. അങ്ങനെ ചൈനീസ് ക്രോട്ടൺ പ്ലാന്റ് എല്ലാം കട്ട് ചെയ്ത് വളരെ ലെവലാക്കി വളരെ ഭംഗിയായി നിർത്തിയിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം. ഈ ചെറിയ ഗാർഡൻ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. തുടർന്നും ഇത്തരം വീഡിയോകൾ ഈ ചാനലിലൂടെ വരുന്നതാണ്.